എൻ്റെ പേര് മരിയ മൈക്കിൾ. ഞാൻ പാല അൽഫോൻസ കോളേജിലെ 3rd ഇയർ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ധൂർത്തപുത്രൻ്റെ ഉപമ, ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. ധൂർത്തപുത്രൻ്റെ ഉപമ. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചു. മോനെ സാംസൺ, നീ തോട്ടത്തിൽ പോയി ജോലിക്കാർക്ക് കൂലി കൊടുത്തിട്ട് വരൂ. കൂലി കൊടുക്കാൻ? പണിക്കാർക്ക് ഇത്ര കൃത്യമായി കൂലി കൊടുക്കുന്ന നിങ്ങൾ സ്വന്തം രക്തത്തിൽ പിറന്ന എനിക്ക് എന്താണ് തന്നിട്ടുള്ളത്? ധനവാനായ ഒരു അപ്പൻ്റെ മകൻ എന്ന പേരല്ലാതെ എനിക്ക് എന്താണുള്ളത്? എൻ്റെ കൂട്ടുകാർക്കിടയിൽ എനിക്കൊരു വിലയുമില്ല. ഹോ, ഈ വീട്ടിലെ നശിച്ച ജീവിതം എനിക്ക് മടുത്തു. സാംസൺ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എൻ്റെ പുത്രനല്ലേ? എനിക്കുള്ളതെല്ലാം നിന്റേതല്ലേ? അത് വാക്കാൽ പറഞ്ഞാൽ പോരാ. സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. ഞാൻ കൗമാരം പിന്നിട്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. മോനെ, ഇങ്ങനെയൊരു വാക്ക് നിന്റെ അമ്മയോ ഞാനോ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. നിന്റെ ഈ ഭാവമാറ്റം ഞങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്നു. ഞങ്ങളുടെ എല്ലാമായ വാർദ്ധക്യത്തിൽ ഞങ്ങൾക്ക് തുണയായി നിൽക്കേണ്ട നീയാണോ ഇത് സംസാരിക്കുന്നത്? എന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒരു വിലയും കൽപ്പിക്കാത്ത ഈ വീട്ടിൽ ഒരടിമയായി എനിക്ക് ജീവിക്കേണ്ട. എന്റെ അവകാശം എനിക്ക് തരിക. ഇതുവരെ മക്കളുടെ ആഗ്രഹത്തിന് ഞാൻ എതിര് നിന്നിട്ടില്ല. സാംസൺ, നീ എന്തു വിഡിത്തമാണ് ഈ കാണിക്കുന്നത്? ഓ, ചേട്ടന്റെ ഒരു ഉപദേശം. ഇതാ മോനെ നിന്റെ ഓഹരി. നിന്റെ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിച്ചുകൊള്ളുക. എന്റെ മോനെ, നീ പോകരുത്. കൈവിട്ടു ഞാൻ പാതി വഴിയിൽ കാത്തു കാത്തിടും നിൻ സ്നേഹം. കൈവിട്ടു ഞാൻ പാതി വഴിയിൽ കാത്തു കാത്തിടും നിൻ സ്നേഹം. ധൂർത്തപുത്രന്റെ ഉപമ ബൈബിളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വെറും കഥയല്ല. ആ കുടുംബത്തിൻ്റെ നെടുവീർപ്പുകളും രോദനങ്ങളുമാണ് ഇന്ന് ഓരോ കുടുംബത്തിൽ നിന്നും ഉയരുന്നത്. ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ മക്കളാൽ പരിത്യജിക്കപ്പെട്ട് വൃദ്ധമന്ദിരങ്ങളിൽ കെട്ടടങ്ങുന്ന അവരുടെ ജീവിതങ്ങളുടെ നേർക്കാഴ്ചകളിലേക്ക്. ഒരു കാറിന്റെ ശബ്ദം കേട്ടല്ലോ. ജീവിതം തള്ളി നീക്കുന്ന നമ്മുടെ ഇടയിലേക്ക് പുതിയതായി ആരെങ്കിലും വന്നതാവാം. നിങ്ങൾക്കറിയാമോ, ഇന്ന് എൻ്റെ അന്നാമ്മ മരിച്ചിട്ട് 10 കൊല്ലമായി. അവളുണ്ടായിരുന്നെങ്കിൽ. എന്താ കറിയാ ചേട്ടാ, ഇനിയും അതൊക്കെ ഓർത്ത് ദുഃഖിക്കാതെ. കൂലിപ്പണി എടുത്തും പട്ടിണി കിടന്നും മക്കളെ ഞാൻ പഠിപ്പിച്ചു. വലിയ ജോലിയും സ്ഥാനമാനങ്ങളും കിട്ടിയപ്പോൾ സാധാരണക്കാരായ ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു, അഭിമാനിച്ചു. എൻ്റെ അന്നാമ്മ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്കൊരു ബാധ്യതയായി.
അപ്പച്ച, അമ്മയുടെ ഓർമ്മ ദിനമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി അപ്പച്ചൻ തനിച്ചല്ലേ ഉള്ളൂ. ലിജിയുടെ കൂടെ വിടാമെന്ന് വെച്ചാൽ അവർക്ക് സമയമില്ല, ജോലി തിരക്കല്ലേ. എനിക്കാണെങ്കിൽ ഒട്ടും സമയമില്ല. കമ്പനി വക ടൂറും പാർട്ടിയും ഒക്കെ ഉള്ളപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അപ്പച്ചനെ ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കാൻ തീരുമാനിച്ചു. ചിലവൊക്കെ ഞാൻ കൊടുത്തുകൊള്ളാം. പിന്നെ ഈ വസ്തു അന്യാധീനപ്പെട്ടു പോകാതിരിക്കുവാൻ അത് വിറ്റേക്കാം. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്റെ കറിയാച്ചേട്ടാ, എന്തെങ്കിലും ഒരു മാനസാന്തരമുണ്ടായി അവൻ തിരിച്ചു വരാതിരിക്കുമോ? എനിക്കാണെങ്കിൽ ഒരേ ഒരു മകൻ. എന്ത് സൗഭാഗ്യത്തിലാണ് ഞങ്ങൾ ജീവിച്ചു വന്നത്. സമ്പത്തും തറവാടിത്തവുമുള്ള കുടുംബം, ഭർത്താവ് ഉന്നത ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ആക്സിഡന്റിൽ മരിച്ചതോടെ എന്റെ മകൻ തെറ്റായ കൂട്ടുകെട്ടിപ്പെട്ടു. അവന്റെ മദ്യപാനത്തിനും സ്വതന്ത്ര ജീവിതത്തിനും ഞാനൊരു തടസ്സമാണെന്ന് തോന്നിയപ്പോ ഇറങ്ങി പൊക്കോണം എവിടെയെങ്കിലും. എനിക്കിവിടെ സ്വൈര്യമായി ജീവിക്കണം. 10 മാസം ചുമന്ന കണക്കൊക്കെ പറഞ്ഞ് ഇനിയും ഇവിടെ കണ്ടുപോകരുത്. ഈ വേദനകളൊക്കെ നമുക്ക് മറക്കാം. കർത്താവ് യേശു മെസ്സിഹ ആർക്കാ ദ്രോഹം ചെയ്തത്? എന്നിട്ടും അങ്ങേർക്ക് കിട്ടിയത് കുരിശുമരണമല്ലേ? നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകളെ ഓർത്ത് സങ്കടപ്പെടാതെ സന്തോഷമായി ജീവിക്കാം. മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളല്ലാതെ ആരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? ധൂർത്തപുത്രനെ പോലെ നമ്മുടെ മക്കളും എന്നെങ്കിലും തിരിച്ചു വരാതിരിക്കുമോ? ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നു. ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നു. ഒടുവിൽ അലഞ്ഞണഞ്ഞിടമോ നിൻകാൽ ചുവടായിരുന്നു. ഒടുവിൽ അലഞ്ഞണഞ്ഞിടമോ നിൻകാൽ ചുവടായിരുന്നു. നൊന്തു പ്രസവിച്ച അമ്മയെപ്പോലും തെരുവിലേക്ക് വലിച്ചെറിയുന്ന ഇന്നിന്റെ സംസ്കാരം തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും വിഘാതമാകാതിരിക്കാൻ വൃദ്ധമന്ദിരങ്ങളുടെ ചുമരുകൾക്കുള്ളിലേക്ക് തള്ളപ്പെടുന്ന ജീവിതങ്ങൾ. പരിത്യക്താവസ്ഥയിലും പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി പ്രിയമക്കളുടെ സാന്നിധ്യത്തിനും സാമീപ്യത്തിനുമായി കാത്തിരിക്കുന്നവർ. വരൂ, ഇവരുടെ ജീവിതങ്ങളിൽ കൈത്തിരി തെളിക്കാം. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം. സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ തന്റെ കൈകളാൽ. ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു. ഹൃദയ തമ്പുരു മീട്ടി ഞാൻ നന്ദിയേകുന്നു. 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 എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം. സ്വന്തരൂപവും
കൈകളാ. അറിവും ആത്മീയതയും കോർത്തിണക്കിയ പാഠങ്ങളാണ് പാലാ അൽഫോൻസ കോളേജ് തലമുറകളിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം കൊണ്ടും സുഹൃതങ്ങൾ കൊണ്ടും ലോകത്തിന് മാതൃകകളായിത്തീർന്ന ഒട്ടേറെ വിശുദ്ധർ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ജന്മം കൊണ്ടിട്ടുണ്ട്. അവരെ അനുകരിച്ച് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവയ്ക്കും അർത്ഥവും മഹത്വവും ലഭിക്കുമെന്ന സന്ദേശമാണ് ഞങ്ങൾ ഈ കലാരൂപത്തിലൂടെ നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഈ തിരുഹൃദയം നമ്മെ വിളിക്കുന്നു. എളിമയും ശാന്തതയും സ്വന്തമാക്കാൻ, കിരീടവും കവചമാക്കാൻ. ഇതാണ് നിന്റെ തനിമ. ഇതാ ഇവിടെ കുരിശു പൂക്കുമ്പോൾ ദൈവിക സിംഹാസനത്തിന്റെ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിത്തള സർപ്പം, ഉയർത്തിയ കണ്ണുകളിൽ സുഖപ്രകാശം. ദൈവിക സാന്നിധ്യത്തിന്റെ മലമുകളിൽ ഉയർത്തപ്പെട്ട കുരിശ്, ഉയർന്ന മിഴികളിൽ കൃപാസമുദ്രം. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. കുരിശു വഹിക്കാൻ, ക്രൂശിക്കപ്പെടാൻ നിനക്ക് കഴിയുമോ? നോക്കൂ ക്രൂശിത മുഖത്തേക്ക്. ചിന്നിച്ചിതറിയ മാംസക്കഷണങ്ങൾ, കരുണാർദ്രമായ നയനങ്ങൾ, വചനാർദ്രമായ അധരങ്ങൾ. ഓർമ്മിക്കൂ അവിടുന്നരുളിയ വചനം. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശിതനായ ഈശോയുടെ മണവാട്ടികൾ, വരൂ നമുക്കവനെ അനുഗമിക്കാം. ഇതാ ഞാൻ നിനക്കായി, നിന്റെ ജനത്തിനായി. ലോകത്തിന്റെ മുൻപിൽ മറ്റൊരു ക്രിസ്തുവായി നീ മാറണം. മാർഗമോ കുരിശുമരണം. പോകൂ ലോകാതിർത്തികളിലേക്ക്, നൽകൂ വചനസ്പർശമായി. അവിടെ കുരിശു പൂക്കും. കുരിശിന്റെ സുഗന്ധം ദിക്കുകളിൽ പ്രഭ ചൊരിയും. ചൊരിഞ്ഞു മണ്ണിലും വിണ്ണിലും. ആർഷഭാരതത്തിൽ മുഴങ്ങിക്കേട്ട പ്രണവമന്ത്രം അസത്തൂമ സദ്ഗമയ. അതിൽ ത്രിത്വസ്തുതിയുടെ ഈണം പകർന്നുകൊണ്ട് കടന്നുവന്ന മാർത്തോമ്മ ശ്ലീഹ. കുത്തിത്തുറന്ന വിരിമാറും കുത്തിത്തുളച്ച കൈകാലുകളും ഉദ്ധിതപ്രഭ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി കടന്നുവന്ന മാർത്തോമ്മ ശ്ലീഹ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഭാരത കത്തോലിക്ക സഭ ഇവിടെ ഉയർക്കൊണ്ടു. വിശുദ്ധാത്മാക്കൾ ഇന്ന് സഭയുടെ ആത്മീയ ഖനിയായി, ബോധിവൃക്ഷമായി ആഴത്തിലും അനന്തതയിലും വ്യാപിച്ചു നിൽക്കുന്നു. ഇതാ അനർഗളം പ്രവഹിക്കുന്ന അനുഗ്രഹ സമൃദ്ധിയായി നമ്മുടെ മുൻപിൽ. നമുക്ക് മുൻപേ കടന്നുപോയ കർമ്മയോഗികൾ, ജ്ഞാനനിധികൾ ശിരസ്സു നമിക്കാം, കൃപകൾ ഏറ്റുവാങ്ങാം. വിശുദ്ധ അൽഫോൻസാമ്മ സഹനത്തിന്റെ തീച്ചൂളയിൽ സ്നേഹത്തിന്റെ പുഷ്പം വിരിയിച്ചവൾ. വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ അറിവും ആത്മീയതയും ആയുധമാക്കിയ ദൈവിക മനുഷ്യൻ. ഭാരത സഭാമണ്ഡലത്തിലെ പുണ്യനക്ഷത്രം. വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ കർമ്മയോഗി. ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ചൻ. മനുഷ്യമക്കളെ ഈശോയുടെ തിരുഹൃദയത്തോടടുപ്പിച്ച തിരുഹൃദയദാസൻ. അഗതികൾക്കും ആലംബഹീനർക്കും അഭയമരുളിയ കരുണാർദ്ര സ്നേഹത്തിന്റെ പ്രവാചകൻ.
തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകൻ, ദൈവത്തിന്റെ സൗഹൃദം ഹൃദയത്തിൽ കാത്തുസൂക്ഷിച്ച ധ്യാനയോഗി. ഓർമ്മിക്കാം, ധ്യാനിക്കാം, സ്വന്തമാക്കാം. ഭക്തിയോടെ ഭക്തിയോടെ ഞാൻ തിരുമുൻപിൽ വന്നു പാവന നാമത്തെ വാഴ്ത്തിടുവാൻ. ഭക്തിയോടെ ഞാൻ തിരുമുൻപിൽ വന്നു പാവന നാമത്തെ വാഴ്ത്തിടുവാൻ. പരമ്പൊരുളാ യേശുവേ, പരമ്പൊരുളാ യേശുവേ, പരനിൽ പരമാമൃതനേ, ഭജനീയ നാമമേ. ഭക്തിയോടെ ഞാൻ തിരുമുൻപിൽ വന്നു പാവന നാമത്തെ വാഴ്ത്തിടുവാൻ. എന്റെ ജീവിതത്തിൽ ഇത്രയേറെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുവാൻ ഞാൻ എന്ത് ചെയ്തു? സൂസി, ഒരു വിധത്തിൽ നീ എത്രയോ ഭാഗ്യവതിയാണ്. ഇതൊന്നും നിനക്ക് കാണേണ്ടി വന്നില്ലല്ലോ. സത്യത്തിൽ ഞാൻ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ പുന്നാര മോൾക്ക് വേണ്ടിയാണ്. റോസിമോൾ, അവൾ ഒരു ഡോക്ടറായി കാണണമെന്ന് നീയല്ലേ അധികവും ആഗ്രഹിച്ചത്? എന്നാൽ ക്യാൻസർ എനിക്ക് സഹിക്കാനാവുന്നില്ല. അപ്പച്ചാ, ആ മോളെ, എത്ര മനോഹരമായ ഗാനം! ദൈവം എത്ര നല്ലവനാ! അവിടുന്ന് നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. നിർത്തോ! ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കുഞ്ഞ്, ഇങ്ങനെയാണോ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത്? മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ കാണുന്നതിലാണോ ദൈവത്തിന്റെ സന്തോഷം? അപ്പച്ചാ, അങ്ങനെയൊന്നും പറയല്ലേ. നല്ലവനായ ദൈവത്തെപ്പറ്റി, ദൈവത്തിന്റെ കരുതലുള്ള സ്നേഹത്തെപ്പറ്റി അപ്പച്ചനും അമ്മച്ചിയുമല്ലേ എന്നെ പഠിപ്പിച്ചത്. അപ്പച്ചാ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. രോഗങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ ദൈവം തന്നെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അവിടുന്ന് നൽകുന്നത്. ആയിരിക്കാം മോളെ, പക്ഷേ എനിക്കിത് സഹിക്കാൻ പറ്റില്ല മോളെ. എനിക്ക് പറ്റും അപ്പച്ച. വിശുദ്ധ അൽഫോൻസാമയുടെ കബറടത്തെങ്കിൽ പോയി പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ഇതാ അൽഫോൻസാമ എന്റെ അടുത്തുണ്ട്. അമ്മ എനിക്ക് സഹിക്കാൻ ശക്തി തരും. അമ്മ എന്നെ സുഖപ്പെടുത്തും, തീർച്ച. എന്റെ മോളെ, പ്രാർത്ഥന ചൊല്ലുന്ന നേരത്തു ഞാൻ എൻ്റെ പ്രാണേശ്വരനെ പൂജിക്കും.
പൂജിച്ചു. പ്രാർത്ഥന ചൊല്ലുന്ന നേരത്തു ഞാൻ എൻ്റെ പ്രാണേശ്വരനെ പൂജിച്ചു. രക്ഷണ്യവേല പോയി സർവദാ നിത്യവും, രക്ഷണ്യവേല പോൽ സർവദാ നിത്യവും, സ്വർഗാധിസൈന്യ ഭൂപാലക. നോം നടക്കേണ്ട വഴിയിൽ ഇവറ്റുകൾക്കൊക്കെ വന്നു നിൽക്കാൻ കണ്ട സ്ഥലം അശുദ്ധം. വഴിയിൽ നിന്ന് മാറി നിൽക്കണടാ. ഞങ്ങൾ പാവങ്ങൾ. പാവങ്ങൾ ഇവറ്റുകളെയൊക്കെ ഉദ്ധരിക്കാനാണെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കുറെ പാതിരിമാര്. വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നടക്കില്ലടാ. ഏരപ്പകൾ ഇവന്റെയൊക്കെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം. അശ്രീകരം, അശ്രീകരം. സർവേഷ്ട ഗുണേഷ്ട വിദ്യാശ്രേഷ്ഠ ഗുണഃ ഭവതി. വിദ്യാവിഹീനഃ മനുഷ്യഃ പശുതുല്യഃ ഭവതി. എന്തു പറ്റി മക്കളെ? എന്താ പേടിച്ചു വിറച്ചു നിൽക്കുന്നത്? ഇങ്ങോട്ട് വരൂ. ഞങ്ങൾ പാവങ്ങൾ, കുടിയാന്മാർ. മക്കളെ, ഞാൻ നിങ്ങളെയൊക്കെ തേടി വന്നതാ. ഞങ്ങളെയോ? ഞങ്ങളെ തേടി ആരും ഇന്നുവരെ വന്നിട്ടില്ലല്ലോ. വന്നവരോ ആട്ടി ഓടിക്കാൻ മാത്രം. മക്കളെ, ഞാൻ നിങ്ങളെ ആട്ടി ഓടിക്കാൻ വന്നതല്ല, എന്റെ അടുത്തേക്ക് വിളിക്കാനാ. നിങ്ങളെപ്പോലെയുള്ള ഒത്തിരി കുട്ടികൾ ഈ അച്ഛന്റെ കൂടെയുണ്ട്. അവരൊക്കെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിച്ചു, പുസ്തകങ്ങളും വായിച്ചു തുടങ്ങി. നിങ്ങൾക്കോ? ഞങ്ങളെ പഠിപ്പിക്കാമെന്നോ? ഞങ്ങൾക്കും പഠിക്കണം. പക്ഷേ ഒരു പള്ളിക്കൂടത്തിലും ഞങ്ങളെ കയറ്റില്ലല്ലോ. ആര് പറഞ്ഞു? നിങ്ങൾക്കായി എത്രയോ പള്ളിക്കൂടങ്ങൾ ഓരോ പള്ളിയോട് ചേർന്ന് ചാവറപിതാവ് പണിതിരിക്കുന്നു. ചാവറപിതാവോ? അദ്ദേഹം എവിടെ? സ്വർഗത്തിൽ. ഈ അവസരം തരുന്നതും അവിടുന്ന് തന്നെ. വരൂ മക്കളെ, അച്ഛൻ നിങ്ങളെ പഠിപ്പിക്കാം. ഹായ്. ഭക്തിയോടെ ഞാൻ തിരുമുൻപിൽ വന്നു, പാവന നാമത്തെ വാഴ്ത്തിടുവാൻ. സഗമപ ഗമപനി മപനി സാ ഗാരിനി സാനിധമ പമഗരി സഗമപ. ഭക്തിയോടെ എന്റെ ഈ ദുഃഖം ഒരിക്കലും അവസാനിക്കില്ലേ? എത്രമാത്രം പ്രാർത്ഥിച്ചു, നിന്നെ വിളിച്ചു മടുത്തു. വയ്യ, എനിക്ക് വയ്യ എന്ന് തുടങ്ങിയതാ ഈ സഹനം. വിവാഹം കഴിഞ്ഞിട്ട് സ്വസ്ഥമായി ജീവിച്ച നാളുകളുണ്ടോ? നാളെ നാളെ മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചു. ഇനി എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. ഇന്നലെയും എന്റെ ഭർത്താവ് അവളോടൊപ്പം. എങ്ങനെ ഒരു ഭാര്യയ്ക്ക് ഇത് സഹിക്കാനാവും? പറക്കമുറ്റാത്ത എന്റെ കുഞ്ഞുങ്ങൾ എല്ലാം ഞാൻ എന്റെ കുഞ്ഞച്ചന്റെ കബറിടത്തിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. അവിടുന്ന് കാക്കട്ടെ. ഞാൻ പോകുന്നു. എങ്ങോട്ട്? ആരുടെ അടുത്തേക്ക്? ആർക്കും വേണ്ടാത്ത അവശ സമുദായത്തിൽപ്പെട്ടവളല്ലേ ഞാൻ. സമൂഹത്തിന്റെ താഴേക്കിടയിലേക്ക് തള്ളപ്പെട്ടവൾ.
ഞങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന എന്റെ കുഞ്ഞച്ച കാത്തുകൊള്ളണേ. മേരിക്കുഞ്ഞേ, സിസ്റ്റർ, നീ ഇവിടെ എങ്ങനെ എത്തി ഇത്ര പെട്ടെന്ന്? നീ എവിടേക്ക് പോകുന്നു? പറയൂ, നീ എന്തിനു വീട് വിട്ടിറങ്ങി? ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും തനിച്ചാക്കി. സിസ്റ്ററിന് എല്ലാം അറിയില്ലേ, ഇനി എന്തു പറയാൻ? കുഞ്ഞേ, എനിക്കെല്ലാം അറിയാം. അമ്മേ, എന്തുവരെ അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു. എത്ര പ്രാവശ്യം എന്റെ കൊച്ചുകുടിലിൽ അമ്മ വന്നു, എത്ര ഉപദേശങ്ങൾ നൽകി. ഇന്നുവരെ ഒരു മാറ്റവും എന്റെ ഭർത്താവിനുണ്ടായിട്ടില്ല. നിർത്താത്ത കുടി, അത് പോകട്ടെ, ദേഹോപദ്രവം ഒക്കെ സഹിക്കാം. പക്ഷെ എനിക്ക് പകരം മറ്റൊരുവൾ സഹിക്കാനാവില്ലമ്മേ, സഹിക്കാനാവില്ല. കുഞ്ഞേ, നിന്റെ പ്രാർത്ഥനയൊന്നും വെറുതെയായില്ല. നിന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞച്ചന്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ടല്ലേ നീ വീട് വിട്ടിറങ്ങിയത്. എന്നാൽ ആ പുണ്യപിതാവ് നിന്റെ കുഞ്ഞുങ്ങളെ അവരുടെ അപ്പന്റെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചു. ദൈവമേ, അയാൾ എന്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല, നന്നായി തന്നെ നോക്കും. തൊമ്മി എന്റെ അടുക്കൽ വന്നിരുന്നു. അമ്മ എന്തായി പറയുന്നത്? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കുഞ്ഞേ, നീ ആ കബറിടത്തെങ്കിൽ ഒഴുക്കിയ കണ്ണുനീരും, നീ ചൊല്ലിയ നൊവേനകളും, നീ സഹിച്ച നൊമ്പരവും ഒന്നും ഒന്നും വെറുതെയായില്ല കുഞ്ഞേ, വെറുതെയായില്ല. വരൂ, നമുക്ക് തിരികെ പോകാം. പാപമാം ശരങ്ങൾ ആത്മാവിൽ മൃത്യുവായി തൃക്കരം നീട്ടണേ ഏകാത്മരാജ. പാപമാം ശരങ്ങൾ ആത്മാവിൽ മൃത്യുവായി തൃക്കരം നീട്ടണേ ഏകാത്മരാജ. ദൈവകൃപയിൽ നടനമാടണം, ദൈവകൃപയിൽ നടനമാടണം. വിശ്വൈകനാഥ ഭൂരക്ഷക. അത് എന്റെ അച്ഛൻ അല്ല, എന്റെ അമ്മ അല്ല. എന്റെ അച്ഛന്റെയോ അമ്മയുടെയോ മുഖം ഇവിടെ ഇല്ല. അവരെവിടെ? സ്നേഹിക്കാൻ അറിയാത്തവർ. വയ്യ, എനിക്ക് വയ്യ. ഒരമ്മയ്ക്ക് മക്കളെ പിരിയാനാവുമോ? പറ്റുമല്ലേ, പറ്റും. നീ എന്തെടുക്കുകയാ? ഒന്നുമില്ല, വെറുതെ നിന്നതാണ്. അല്ല, ഈ വഴിവക്കത്ത് ഈ സമയത്ത് നീ തനിയെ? ഓർമ്മകൾ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. എന്റെ അമ്മയുടെ മുഖം തേടി വന്നവനാണ് ഞാൻ. ഓ, അത് ശരി. സഹോദര, ഞാൻ എന്റെ അമ്മയുടെ മുഖം കണ്ട് മടുത്തു വന്നതാ. എന്ത്? നിനക്കെന്തു പറ്റി? പറയൂ. അവൾ എന്റെ അമ്മയല്ല, അവളെ ഞാൻ വെറുത്തു. അമ്മയെന്ന് വിളിക്കാനാവില്ല. എന്റെ അച്ഛനെ കൊന്ന് അന്യ വീടുകളിൽ അന്തി ഉറങ്ങുന്ന അവളെ എനിക്ക് അമ്മയെന്ന് വിളിക്കാനാവുമോ? ഞാൻ വീട് വിട്ടിറങ്ങി. എനിക്ക് മറ്റാരുമില്ല. നീ എവിടേക്ക് പോകും? നീ എവിടെ പോകും? എവിടെ പോകാനാ? നമ്മെ പോലെയുള്ളവരെ ആര് സഹായിക്കാനാ? മക്കളെ, എന്തു പറ്റി? ഞങ്ങൾക്ക് അമ്മയില്ല. അഭയമരുളാൻ ആരുമില്ല. എന്റെ അമ്മ എന്നെ വിട്ടുപോയി. എന്റെ അമ്മയെ ഞാൻ വിട്ടുപോന്നു. എന്ത്? മക്കൾക്ക്
അമ്മയായി ഞാനുണ്ട്. പോരൂ, എന്റെ കൂടെ പോരൂ. എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അച്ഛനോ അമ്മയോ? അതെ, നിങ്ങളെപ്പോലെ ആരും ആശ്രയമില്ലാത്തവർക്ക്, നിരാലംബരായവർക്ക് അഭയമരുളുവാൻ ഈശോയുടെ തിരുഹൃദയ നാമത്തിൽ പുണ്യചരിതനായ കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ സ്ഥാപിച്ച അനേകം ഭവനങ്ങളുണ്ട്. വരൂ, നമുക്കവിടേക്ക് പോകാം. കുഞ്ഞുങ്ങൾ, കരയാതിരിക്കൂ. ഭക്തിയോടെ ഞാൻ തിരുമുൻപിൽ വന്നു പാവനനാമത്തെ വാഴ്ത്തിടുവാൻ. പരമ്പൊരുളാ യേശുവേ, പരമ്പൊരുളാ യേശുവേ, പരനിൽ പരമാമൃതനേ, ഭജനീയ നാമമേ. ഭക്തിയോടെ ഇന്ന് ലോകം നമ്മുടെ കയ്യിൽ. അഗതികളും ആലംബഹീനരും പതിതരും പാവപ്പെട്ടവരും ധനികരും ദരിദ്രരും ഇന്ന് ദാഹാർത്തരാണ്. സമൃദ്ധിയുടെ മടിത്തട്ടിലും നിസ്സഹായതയുടെ നീളുന്ന കരങ്ങൾ. തുറക്കട്ടെ നിന്റെ നയനങ്ങൾ, ഉയരട്ടെ നിന്റെ ശബ്ദം, ഉണരട്ടെ നിന്റെ ഹൃത്തടം. പോകൂ, അതിർത്തികൾ വരെ, ലോകാതിർത്തികൾ വരെ. നിന്റെ ഓരോ ചുവടുവയ്പും ഓരോ സുവിശേഷമാകട്ടെ. നിന്റെ കർമ്മവീഥിയിൽ, നിന്റെ സഹനയാത്രയിൽ നീ വഹിച്ച കുരിശും നീ സഹിച്ച നൊമ്പരവും നീ വീഴ്ത്തിയ കണ്ണുനീരും നീ ചെയ്ത കർമ്മവും നീ ചൊല്ലിയ മന്ത്രവും സഹചരിൽ പുണ്യപുഷ്പങ്ങളായി വിരിയട്ടെ. നിന്റെ കുരിശ് പൂക്കാതിരിക്കില്ല. കൽപ്പദ്രുമത്തിലെ ചില്ലകളിൽ കൊഴിയാത്ത പുഷ്പങ്ങളായി അവ വിടർന്നു നിൽക്കും.